താഴ്വാരങ്ങളിൽ നിന്ന് മാനം മുട്ടെ ഉയരത്തിൽ വളർന്ന ലോക്സഭാ മണ്ഡലമാണ് നീലഗിരി. ഉദകമണ്ഡലത്തിന്റെ നെറുകയിൽ ആര് തിലകക്കുറി ചാർത്തുമെന്ന കാത്തിരിപ്പിലാണ് തമിഴക രാഷ്ട്രീയം. മലകളുടെ രാജ്ഞിയായ ഊട്ടി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ശ്രദ്ധേയമായ പോരാട്ടമാണ്. തണുത്തുറയും മുൻപേ പ്രശസ്തമായ പുഷ്പമേളയും കുതിരപ്പന്തയവും വരും മുൻപേ തെരഞ്ഞെടുപ്പിന്റെ ആവേശച്ചൂടിലാണ് നീലഗിരി മണ്ഡലം. 4 ജില്ലകളിൽ കിടക്കുന്ന 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന നീലഗിരിയിൽ ഇത്തവണ പോരാട്ടം എങ്ങനെയാണെന്ന് നോക്കാം. നീലിമയാർന്ന താഴ്വാരങ്ങൾ, വളഞ്ഞും പുളഞ്ഞും മല കയറിപ്പോകുന്ന വഴികൾ, മഴയും വെയിലും മാറി മാറിപ്പോകുമ്പോൾ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പുമായി കാലത്തെ പിന്നിലാക്കിയ ചരിത്രം. തീപ്പെട്ടികൾ അടുക്കി വെച്ചതുപോലെ ഊട്ടിപ്പട്ടണം, മറുവശത്ത് തമിഴ് ഗ്രാമങ്ങളുടെ മനോഹാരിത. തണുത്തുറയുന്ന ജൈവലോകത്തിന്റെ നെറുകയിലേക്ക് ബ്രിട്ടീഷുകാരുടെ ആവിവണ്ടി പാഞ്ഞുകയറിയ വേനൽക്കാല തലസ്ഥാനം. കുതിരയോട്ടക്കാരും ഗോൾഫ് കളിക്കാരും പട്ടാളക്കാരും തോടകളിൽ നിന്നും ദാനം കിട്ടിയ സ്വർഗത്തെ താവളമാക്കി. കാട്ടുകിഴങ്ങുകൾ മാത്രം വേരോടിയ മണ്ണിൽ കടൽ കടന്നെത്തിയ വിഭവങ്ങളും വിളഞ്ഞു. പുഷ്പറാണികളുടെ സ്വന്തം നാട്ടിലെ പനിനീർ പൂന്തോട്ടം ലോകത്തിന്റെ മനോഹര കാഴ്ചകളിലൊന്ന്. നന്മകൾ വേരാഴ്ത്തുന്ന മണ്ണിൽ കുറിഞ്ഞു പൂക്കുമ്പോൾ അമ്പരചുംബികളായ ഗിരിനിരകൾ ഉദകമണ്ഡലത്തെ കാലത്തെ പിന്നിലാക്കി കുതിക്കുന്നു. നീലഗിരിയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ചൂട് പാരമ്യത്തിലാണ്. ലാവണ്യം തേടിയെത്തിയവർ നിരവധി. കാലിടറിയവരുണ്ട്, കരുത്തായവരുണ്ട്. 2009 മുതൽ സംവരണ മണ്ഡലമാണ് നീലഗിരി. ഈറോഡ് ജില്ലയിലെ ഭവാനി നഗർ, നീലഗിരി ജില്ലയിലെ ഊട്ടി, ഗൂഡല്ലൂർ, കൂനൂർ, കോയമ്പത്തൂർ ജില്ലയിലെ മേട്ടുപ്പാളയം, തിരുപ്പൂർ ജില്ലയിലെ അവിനാശി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് നീലഗിരി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6ൽ 4 അണ്ണാ DMK ജയിച്ചപ്പോൾ DMK മുന്നണിക്ക് 2 സീറ്റാണ് കിട്ടിയത്. പരമ്പരാഗതമായി നീലഗിരി കോൺഗ്രസിന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. 7 തവണ ഇവിടെ നിന്നും കോൺഗ്രസ് ജയിച്ചപ്പോൾ DMK 3 തവണയും അണ്ണാ DMKയും BJPയും 2 തവണ വീതവും ജയിച്ചു. കോൺഗ്രസിലെ R പ്രഭു തുടർച്ചയായി 4 തവണ ഇവിടെ നിന്ന് ജയിച്ചിരുന്നു. 3ാം വട്ടവും വിജയിച്ച് മണ്ഡലം നിലനിർത്താൻ മുൻ കേന്ദ്രമന്ത്രി A രാജയെയാണ് DMK സ്ഥാനാർത്ഥിയാക്കിയത്. മണ്ഡലം പിടിച്ചെടുക്കാൻ BJP രംഗത്തിറക്കിയത് കേന്ദ്രമന്ത്രി L മുരുകനെ. അണ്ണാ DMK ആകട്ടെ MLAയും മുൻ സ്പീക്കറുമായ P ധനപാലിന്റെ മകൻ ലോകേഷ് തമിഴ്സെൽവനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ശക്തമായ ത്രികോണ മത്സരമാണ്. മുൻ കേന്ദ്രമന്ത്രിയും DMKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായ A രാജയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോദയിൽ 8ാം അംഗമാണ്. 1996-ൽ ജന്മദേശമായ പെരുമ്പല്ലൂരിൽ നിന്നും ആദ്യമായി MP ആയതു മുതൽ പിന്നെ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും A രാജ മത്സര രംഗത്തുണ്ട്. ഇതിനിടയിൽ 3 തവണ പെരുമ്പല്ലൂരിലും 2 തവണ നീലഗിരിയിലും MP ആയി. 2ഇടത്തും ഓരോ തവണ തോറ്റു. 2 തവണ കേന്ദ്ര സഹമന്ത്രിയും 1 തവണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമായി. നീലഗിരിയിൽ ഇത് 4ാം അംഗമാണ്. 2G സ്പെക്ട്രം അഴിമതി കേസ് ഉൾപ്പെട്ട A രാജ 2009-ലാണ് നീലഗിരിയിൽ മത്സരിക്കാനെത്തുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 86,021 വോട്ടിന്റെ ഭൂരിപക്ഷം. 2014-ൽ അണ്ണാ DMKയിലെ C ഗോപാലകൃഷ്ണനോട് 1,04,940 വോട്ടിന് തോറ്റു. 2019-ലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 2 ലക്ഷം കടത്തിയാണ് A രാജ നീലഗിരിയുടെ ഉദയസൂര്യനായത്. 2G സ്പെക്ട്രം കേസിന് പുറമെ രാജയ്ക്കെതിരെ റിയൽ എസ്റ്റേറ്റ് കുംഭകോണ കേസും കറുത്ത പാടാണ്. എങ്കിലും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വലം കൈയായ A രാജയെ വിജയിപ്പിക്കാൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും. തമിഴക മണ്ണിൽ കോയമ്പത്തൂർ പോലെ BJP പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമാണ് നീലഗിരി. അണ്ണാമലൈ കഴിഞ്ഞാൽ BJPയുടെ 2ാമത്തെ VIP സ്ഥാനാർത്ഥിയാണ് നീലഗിരിയിൽ മത്സരിക്കുന്ന L മുരുകൻ. കേന്ദ്ര സഹമന്ത്രിയായ മുരുകനെ 2ാമതും രാജ്യസഭാ മെമ്പറായി തെരഞ്ഞെടുത്തുവെങ്കിലും നീലഗിരി പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയത്. അതും നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ. കേന്ദ്രമന്ത്രി ആയതു മുതൽ മുരുകൻ നീലഗിരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 2G സ്പെക്ട്രം അഴിമതി കേസും റിയൽ എസ്റ്റേറ്റ് കേസും നിരന്തരം ഉന്നയിച്ച് A രാജയ്ക്കെതിരെ രംഗത്ത് വന്നപ്പോൾ തന്നെ നീലഗിരിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കേട്ടിരുന്നു. 1998-99 തെരഞ്ഞെടുപ്പുകളിലെ വിജയം മുന്നിലുള്ളത് BJP ക്യാമ്പിന് വൻ ഉണർവേകുന്നുണ്ട്. നാമക്കൽ സ്വദേശിയായ മുരുകൻ BJP സംസ്ഥാന പ്രസിഡന്റും ദേശീയ പട്ടികജാതി കമ്മീഷൻ വൈസ് ചെയർമാനുമായിരുന്നു. 3 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയമായിരുന്നു ഫലം.
ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ അണ്ണാ DMKയ്ക്കും പ്രതീക്ഷകൾ വാനോളമാണ്. അണ്ണാ DMKയുടെ സീനിയർ നേതാവ് P. ധനപാൽ MLAയുടെ മകനായ ലോകേഷ് തമിഴ്സെൽവനാണ് സ്ഥാനാർത്ഥി. നീലഗിരി പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുപ്പൂരിലെ അവിനാശി മണ്ഡലം MLA ആയ ധനപാൽ MGRന്റെയും ജയലളിതയുടെയും വിശ്വസ്തനും മുൻ സ്പീക്കറുമായിരുന്നു. അണ്ണാ DMKയുടെ IT വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ലോകേഷിന് യുവ നേതാവ് എന്ന പരിഗണന കൂടി സ്ഥാനാർത്ഥിത്വത്തിൽ ലഭിച്ചു. ലോകേഷിന് തമിഴ്സെൽവൻ എന്ന പേര് കൂടിയിട്ടത് മുൻ മുഖ്യമന്ത്രി MGR ആണ്. ലോകേഷിന്റെ വിവാഹത്തിൽ ജയലളിത പങ്കെടുത്തിട്ടുമുണ്ട്. മണ്ഡലത്തിൽ ധനപാലിനുള്ള സ്വാധീനം കൂടി കണക്കിലെടുത്താണ് ലോകേഷ് തമിഴ്സെൽവൻ സ്ഥാനാർത്ഥിയാകുന്നത്. 14,18,914 വോട്ടർമാരാണ് നീലഗിരിയിലുള്ളത്. മലയാള നാടുമായും ഏറെ ഹൃദ്യമായ ബന്ധമുണ്ട് നീലഗിരിക്ക്. ഗൂഡല്ലൂർ, ഊട്ടി, കൂനൂർ, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ പതിറ്റാണ്ടുകളായി മലയാളികൾ ധാരാളമായി താമസിക്കുന്നുണ്ട്. ഈ നാലിടത്തും മലയാളി വോട്ടുകൾ നിർണായകമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രചാരണത്തിന് എത്താറുമുണ്ട്. തമിഴ് മണ്ണിൽ ഗിരിനിരകൾ തഴുകിയെത്തുന്ന കാറ്റ് ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ കാത്തിരിക്കാം.